നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 981st ഡേ. ടുഡേ 25th ശ്ലോക ഓഫ് പ്രഥമസ്കന്ധം 12th ചാപ്റ്റർ. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ അതർ വേർഷൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ഒരു ദിവസം ഒരു ശ്ലോകം. 981 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഓം തത്സത്. ധൃത്യാ ബലിസമകൃഷ്ണേ പ്രഹ്ലാദ ഇവ സദ്ഗ്രഹ ആഹർത്തേഷോശ്വമേധാനാം വൃദ്ധാനാം പര്യുപാസക. ഓം തത്സത്. പറയുകയാണ്, ധൃത്യ ധൈര്യം കൊണ്ട് മഹാബലിക്ക് തുല്യനും ബലിസമ കൃഷ്ണേ പ്രഹ്ലാദ ഇവ സദ്ഗ്രഹ. ശ്രീകൃഷ്ണഭക്തിയിൽ പ്രഹ്ലാദനെ പോലെ ഉള്ളവനായിരിക്കും. ഏറ്റവും ഭക്തിമാനായിട്ടുള്ള വ്യക്തിയാണ് പ്രഹ്ലാദൻ. അത്രയ്ക്കും ഭക്തി ഈ പരീക്ഷത്തിനും ഉണ്ടാകും. ശ്രീകൃഷ്ണഭക്തിയിൽ പ്രഹ്ലാദന് സമനും. ആഹർത്ത അശ്വമേധാനം, അനേകം അശ്വമേധങ്ങൾ ചെയ്യുന്നവനും അനുഷ്ഠിക്കുന്നവനും. വൃദ്ധന്മാരെ ഉപാസിക്കുന്നവനും. വൃദ്ധന്മാരെന്ന് പറയുന്നത് ജ്ഞാനവൃദ്ധന്മാരും വയസ്സുകൊണ്ട് വൃദ്ധന്മാരും ഉണ്ടാകും. ഇങ്ങനെയുള്ള മഹാത്മാക്കളെയും എല്ലാവരെയും അത്യധികം ബഹുമാനിക്കുന്നവനും അവരെ സേവിക്കുന്നവനുമായിരിക്കും ഈ കുഞ്ഞ് എന്ന് പറയുകയാണ്. മഹാബലിയെപ്പോലെയും പ്രഹ്ലാദനെപ്പോലെയും ഒക്കെ മഹാന്മാരായി തീരും എന്ന് എടുത്തു പറയുകയാണ്. കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് ഈ കുഞ്ഞിൻ്റെ മഹാത്മ്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ധൃത്യാ ബലിസമകൃഷ്ണേ പ്രഹ്ലാദ ഇവ സദ്ഗ്രഹ ആഹർത്തേഷോശ്വമേധാനാം വൃദ്ധാനാം പര്യുപാസക. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ. ഓം തത്സത്.